ഹായ് ഗേസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെൽത്ത് ക്രിയേഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് 10% സാമ്പത്തിക ശാസ്ത്രവും 90% മനഃശാസ്ത്രവുമാണ്. നമ്മുടെ ലൈഫിലോട്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല എങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട 3 റീസൺസും അതിനുള്ള സൊല്യൂഷൻസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് ജംഷീദ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് യു തിങ്ക് മണി ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. പണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലോട്ട് സമ്പത്തിനെ ബ്ലോക്ക് ചെയ്യും. കാരണം നിങ്ങൾ എവിടെയാണോ വാല്യൂ കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സ്റ്റേ ചെയ്യത്തുള്ളൂ. സോ പല ആളുകളും പറയുന്നത് കേൾക്കാം, സമ്പത്ത് കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കില്ല എന്നൊക്കെ. അത് വെറും വിഡ്ഢിത്തരമാണ്. ഇന്ന് ലൈഫിൽ 95% തിങ്സും നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ വെൽത്ത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയുടെ സ്നേഹം ലഭിക്കണമെങ്കിൽ പോലും വെൽത്ത് അത്യാവശ്യമാണ്. കാരണം ഞാൻ ഒരുപാട് ഫാമിലി കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഭാര്യമാര് വന്നിട്ട് പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ പറയുന്നതൊന്നും അദ്ദേഹം വാങ്ങിച്ചു തരില്ല, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ നമുക്ക് കെയർ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? വെൽത്ത് ആവശ്യമാണ്, അല്ലേ? സമ്പത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്കത് എന്തെങ്കിലുമൊക്കെ അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോഴേ നമുക്ക് സ്നേഹം ലഭിക്കത്തുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഡ്രസ്സ് എടുക്കണം, എന്താവശ്യമാണ്? പണം ആവശ്യമാണ്. നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം, അതിന് എന്താവശ്യമാണ്? സമ്പത്ത് ആവശ്യമാണ്. അങ്ങനെ നമുക്ക് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ വലിയൊരു കോഴ്സ് ചെയ്യണം, അതിന് ക്യാഷ് ആവശ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ എല്ലാം ക്യാഷ് വേണം. ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ സ്റ്റാഫിന് സാലറി കൊടുക്കണം. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഫോൺ ബില്ല്, കറണ്ട് ബില്ല്, പാലിന്റെ ബില്ല്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, എന്ത് കാര്യം നമ്മുടെ ലൈഫിൽ നടക്കണമെങ്കിലും വെൽത്ത് ആവശ്യമാണ്. സമ്പത്തിന്റെ ഒരു ട്രാൻസാക്ഷൻസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വെൽത്ത് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. സമ്പത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുക്കുക, എങ്കിൽ മാത്രമേ സമ്പത്ത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റേ ചെയ്യത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്ക് ഒരു വ്യക്തിക്ക് സ്വയം ഇവിടെ ഈ പ്ലാനറ്റിൽ ജീവിച്ചു പോകാൻ പറ്റില്ല. നമുക്ക് മറ്റുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഫ്രണ്ട്സ് ഉണ്ട്, അതുകൂടാതെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, അതുകൂടാതെ പ്രൊഫഷണൽ ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ, കൊളീഗ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ബന്ധങ്ങളെല്ലാം നിലനിന്ന് പോകണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള വാല്യൂ കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അവര് നമ്മുടെ ലൈഫിൽ സ്റ്റേ ചെയ്യും. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് വെൽത്തിന്റെ കാര്യത്തിലും. കാരണം ഈ പ്ലാനറ്റിലുള്ള എല്ലാം എനർജിയാണ്. എവറിത്തിങ് ഈസ് എനർജി. എന്തിനാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വാല്യൂ കൊടുക്കുന്നത്, അത് നമ്മുടെ ലൈഫിൽ സ്റ്റേ ചെയ്യും. സോ അതുകൊണ്ട് മണി ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ റീസൺ ആണ് യു ആർ അഫ്രൈഡ് ടു സ്പെൻഡ് മണി. പണം സ്പെൻഡ് ചെയ്യുന്നത് ഭയക്കുക. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ബില്ല് പേ ചെയ്യുകയാണെങ്കിലും, സാമ്പത്തികമായ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുകയാണെങ്കിലും അത് ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ബാഡ് ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇത് തീർച്ചയായിട്ടും സമ്പത്തിനെ നിങ്ങളുടെ ലൈഫിലോട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ബാഡ് ഫീലിംഗ് ഇല്ലാതെ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി വേണം നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും ചെയ്യാൻ. ഓക്കെ, മനസ്സിലായോ? നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള എന്തൊരു കാര്യത്തിന് പണം സ്പെൻഡ് ചെയ്യുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി, സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യാം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും അത് വാങ്ങിച്ചു കൊടുത്ത് അതിന്റെ പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യുക. ഒരിക്കലും നമുക്കൊരു എന്താ പറയുക, പിശുക്കത്തരം പാടില്ല.
ഓക്കെ, നമ്മൾ പിശുക്കി പിശുക്കി ജീവിക്കുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ലൈഫ്. സോ മണി എന്ന് പറയുന്നത് ഒരു സർക്കിൾ പോലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. മീൻസ് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു മാർഗത്തിലൂടെ അത് തിരിച്ചു വരും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു സ്പെൻഡ് മണി ബിക്കോസ് ഐ നോ മോർ മണി ഈസ് കമ്മിങ് ബാക്ക് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. സോ അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റിലേറ്റിംഗ് യുവർ കറന്റ് ബാങ്ക് ബാലൻസ് ബ്രെയിൻ വാഷ് യു. ഇത് പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചില ആളുകളുടെ എങ്കിലും ബാങ്ക് ബാലൻസ് വളരെ ചെറിയൊരു ബാങ്ക് ബാലൻസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും അതിലോട്ട് ഇങ്ങനെ അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ലാക്ക് ഓഫ് മണി എന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അത് തീർച്ചയായിട്ടും ഉപബോധ മനസ്സിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വെൽത്തിന്റെ അല്ലെങ്കിൽ സമ്പത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിലോട്ട് അറ്റൻഷൻ കൊടുക്കാതിരിക്കുക. ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ വേണ്ട, ഓക്കെ, എനിക്ക് അതിന് പണമില്ല ഇതിന് പണമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അങ്ങനെ കഴിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 2 ബാങ്ക് അക്കൗണ്ട് എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണക്കാരാണെങ്കിൽ ചെറിയൊരു സാലറി മാത്രമേ പെർ മന്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ സാലറിയിലെ ഒരു നിശ്ചിത തുക നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റൊരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് അതിൽ എപ്പോഴും ഒരു സേവിങ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഗുഡ് ഫീലിംഗ് കൂടുതൽ വെൽത്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിലോട്ട് സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഒരുപാട് മണി ബ്ലോഗ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം വരുന്ന വീഡിയോസിൽ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ്.